നമ്മളിന്ന് ടെൻ്റ് അടിക്കാൻ പോകുന്ന സമയം ഞാനൊന്ന് കാണിച്ചു തരാം. I'd like some permission to put a tent somewhere. Yes. Sure. നമ്മൾ ശരിക്കും പറഞ്ഞാൽ we found this spot. It's a pretty nice spot. നമ്മളിന്ന് ടെൻ്റ് അടിക്കാൻ പോകുന്ന സമയം ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വണ്ടി അവിടെ താൽക്കാലികമായിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഞാൻ പോയ റെസ്റ്റോറൻറ്റ് അവിടെയായിരുന്നു. നമ്മളിനി തിരിച്ച് പള്ളിയിലേക്കാണല്ലോ പോകുന്നത്. ആ കാണുന്നതാണ് പള്ളി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടെൻ്റ് ഇടാൻ പോകുന്നത് ഈ കാണുന്ന ആ ഒരു ചെറിയൊരു ഫോളിയേജ് പോലെ ഉണ്ടോ, ആ അതിൻ്റെ പുറകിൽ ഞാൻ ചൂണ്ടേക്കുന്നതിൻ്റെ അവിടെ ആയിട്ട് വരും നമ്മൾ ടെൻ്റ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടെയുള്ള ആൾക്കാർക്കും ലൈറ്റ് കാണാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ നല്ല മഴക്കാർ, അധികം ചൂടൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെയിൽ വരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ, അങ്ങോട്ട് തന്നെ പോവാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പള്ളിയിലച്ഛൻ നമ്മളോട് പറഞ്ഞിരുന്നത് ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. സോ ലെറ്റ്സ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓക്കെ ഇതായിരിക്കാം. All right. Thank you so much. All right. I can park somewhere here. Well, I'll park it there. Actually, I'll park here. Yeah, that looks like a nice place to park. Okie dokes. Alrighty then. I'm a YouTuber. I just started a YouTube channel. I'd like some permission to put a tent somewhere. Can I record? Alright, cool, thank you. Amazing. I'd like some a place to put a tent somewhere. Yeah, sure. Amazing. So looks like we've got to wait for someone to come over and then we'll see what it's like. So what we have here is forest department. There's a lot of foliages and trees and stuff like that. I'll show you around. That would be a bamboo tree, I guess, most likely. Yes. Sure. നമ്മൾ ശരിക്കും പറഞ്ഞാൽ we found this spot. It's a pretty nice spot. അപ്പോൾ ഇനി ഈ സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഇവിടെയാണ്. This is where I've decided to set up tent. Preferably facing that side, not straight ahead, because അത് നീളത്തിൽ വരുന്നതാണല്ലോ ഇങ്ങനെ വരുന്നത്. So let's see. I'll set up a camera this way, or I'll set up a camera like this so you can see me set up the tent. This is the life. So that, my friends, that's how you do it. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. നമ്മൾ അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ജീവിക്കേണ്ടിയിരുന്നത്. You know what I mean? Okay, ഇവർ വിചാരിച്ചിരിക്കാൻ മലയാളം എന്നാണ്. കുറച്ച് കമ്പനിക്കാരുണ്ട്. Hi. I'm French. I'm half French. I'm full French, half Indian, half Indian. Yeah. Beautiful lake you have here, man. Nice to meet you. Can I join you guys? Yes. പരിചയപ്പെടൽ വളരെ സന്തോഷം. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഞാൻ സർപ്രൈസ് കൊടുക്കാൻ നോക്കി,
പൊട്ടിപ്പോയില്ലേ? സർപ്രൈസ് ആയില്ലല്ലോ. ആയോ? അതെ. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു ഇനിയിപ്പോൾ തിരിച്ച് ചാലക്കുടിയും അങ്കമാലിയും പോവാണ്. ഞാൻ എൻ്റെ ടെൻറ്റിലേക്ക് തിരിച്ചു പോവാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ചേട്ടാ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം. യെസ്, പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്. എല്ലാവരും ഒന്ന് പറഞ്ഞൊന്ന് അറിയിച്ചു തരും ഇതുപോലെ. ഓക്കെ, നമ്മുടെ സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു കുപ്പി വെള്ളം മേടിക്കേണ്ടി വന്നു. കാരണം ഞാൻ അത് മേടിക്കാൻ മറന്നുപോയി. ബേസിക്കലി ഒരു 2 കുളിയും കുളിച്ചു. നമ്മൾ മീറ്റ് ചെയ്തായിരുന്നു, രണ്ടുപേരും നമ്മൾ പരിചയപ്പെട്ട. ആൻഡ് യാ, ഒരു സൺസെറ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വിൽ സീ വാട്ട് വി കൻ സീ. അപ്പം ഞാൻ ടെൻറ്റ് മനഃപൂർവ്വമാണ് ശരിക്കും പറഞ്ഞാൽ അഗൈൻസ്റ്റ് ദ സൺസെറ്റ് വെച്ചത്. ബിക്കോസ് ഐ കൻ ഗെറ്റ് ദ സൺറൈസ് ദാറ്റ് വേ. ഈ സ്ഥലം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി കണ്ട് ഇവിടുത്തെ പള്ളിയിലെ വികാരി അച്ഛനോടോ അല്ലെങ്കിൽ കൊച്ചച്ഛനോടോ ചോദിച്ചാൽ പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ വന്ന് ടെൻറ്റ് കിട്ടാനായിട്ട്. ബിക്കോസ് ടെൻറ്റ് അവരുടെ പെർമിഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങാനും വല്ല പോലീസുകാർ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ദെൻ അത് പുലിവാലായി മാറും അത്. സോ പിന്നെ ഭാഗ്യത്തിന് അതൊക്കെ ചെയ്തു. കൊച്ചച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടെൻറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. ആൻഡ് ഐ താങ്ക് ഹിം അഗൈൻ ഫോർ ദാറ്റ്. ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എവിടെയാണ് നമ്മളുള്ളതെന്ന്. അങ്ങനെ കുറച്ചൊക്കെ നടന്ന് തൊട്ടടുത്ത് തന്നെ കടയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എന്താണ് കടിക്കാനുള്ള കടി, വൈകുന്നേരം ചായ, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കിട്ടും. ആൻഡ് ഡിന്നറിൻ്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു 7-8 മണിക്ക് മുന്നേ വന്നം അപ്പം ഇറച്ചിക്കറി അങ്ങനെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. സോ ഹിയർ വി ആർ. humble places. Anyway, നമ്മളിന്നൊരു അടിപൊളി പരിപാടി ചെയ്തപ്പോൾ ഞാൻ നല്ല സൂപ്പറായിട്ടുള്ള ബീഫ് കറിയും ചപ്പാത്തിയാണ് കഴിക്കാൻ പോകുന്നത്. ഈ പ്ലാസ്റ്റിക് ഞാൻ കളയുന്നില്ല. ഇതാ കടക്കാരനോട് ഞാൻ പ്രത്യേകം ചോദിച്ച് മേടിച്ചിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ കൊണ്ടുവന്നതാണ്. എന്താ നോക്കി കാണിച്ചു തരാം. നല്ല ബീഫ്, നല്ല എരിവുള്ള ബീഫ്, 3 ചപ്പാത്തി. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് 2 പാട്ടൊക്കെ പാടിത്തരാം. എന്തു പറയുന്നു? Let's go. Okay, let's eat. എരിവിന് എരിവ്, ഉപ്പിനുപ്പ്, പള്ളിമണി അടിച്ചു. കേൾക്കണുണ്ടോ ഇല്ല അറിയില്ല. ബട്ട് റിയലി നൈസ് ഡേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മ്യൂസിക് കളിക്കാം. ചിലപ്പോൾ ചേട്ടന്മാർ വരുമെന്ന് പറയുന്നുണ്ട്, പള്ളി ചേട്ടന്മാർ. അവരിവിടെ വന്നിട്ടാണ് രാത്രി കുളിച്ചിട്ട് വീട്ടിൽ പോവാം ഫാമിലി ആയിട്ട്. അപ്പോൾ അവർ വന്നൊരു ഹായൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവർക്കും കുറച്ച് പാട്ടുകളൊക്കെ ഇപ്പോൾ എന്താണ് പാടിക്കൊടുക്കാമല്ലോ നമുക്ക്. എന്നിട്ട് ഇഫ് വി ഹാവ് സം ടൈം play some GTA while away the night. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഈ ലൈറ്റിങ് കാരണം. ബട്ട് അങ്ങ് ദൂരെ നോക്കിയാൽ ഇവിടെ ഈ എയർപോർട്ട് ഇവിടുന്ന് അധികം ദൂരമില്ലാത്ത കാരണം ലാൻഡിങ് അപ്രോച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഇങ്ങനെ. ആൻഡ് ഒരാകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും what we can do is we can change the color temperature. That should be better. Actually മറ്റേതായിരുന്നു നല്ലത്. മാറ്റാം. There you go. Good combo of both the lights and really good food. പ്രകൃതിയുടെ ഒപ്പം ജീവിക്കാന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്.
ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് ഞാനിത് കാണുന്നത്. പള്ളിക്കാർ നല്ല അടിപൊളി ആൾക്കാരാണ് കേട്ടോ. എനിക്കൊരു അത്യാവശ്യമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യമൊന്നുമല്ല, ചുമ്മാ കറങ്ങാൻ പോയല്ല. തിരിച്ചു വന്നപ്പോൾ സ്കൂട്ടറിന് ചാർജില്ല. നമസ്കാരം ചേട്ടാ. ചേട്ടൻ്റെ പേര്? ഔസേപ്പച്ചൻ. അപ്പോൾ ഇതാണ് ഔസേപ്പച്ചൻ ചേട്ടൻ. ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നു. പ്രേക്ഷകർക്ക് ഒരു ഹായ് പറഞ്ഞേര്. ഇപ്പോൾ ബീഫ് ഫ്രൈയൊക്കെ കഴിക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ ചെറിയ കുടിൽ. അത് ഉള്ളിൽ തുറന്ന് ഇപ്പോൾ ഈ കാണിച്ചു തരാം. ഇത് കൂടെ നോക്കിയാൽ കാണാം. എൻ്റെ ഉള്ളിൽ കിടക്കാം. കിടക്കുണ്ട്, പില്ലുണ്ട്. അതിനകത്ത് തന്നെ കിടക്കും. സെൻറ് തോമസിന് വന്ന് ഇവിടെ വരാൻ പറ്റുമെങ്കിലാണ് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. സെൻറ് തോമസ് നമ്മളെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള ഒരു വിശ്വാസം. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കുന്ന കണിച്ചാൽ കുറച്ച് ഞാൻ കുളിക്കില്ല. ഓ അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? എല്ലാവർക്കും ഓക്കെ. ഞാൻ ഫോറസ്റ്റുകാരുടെ അടുത്ത് ചെന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, അവിടെ ചെന്നു. അവരോട് പറഞ്ഞതല്ലോ എനിക്കൊരു ടെൻറ്റ് കെട്ടണം. അവിടെ തന്നെ അവിടെ കെട്ടി നല്ല കുളിയൊക്കെ കുളിച്ചു. കുറച്ച് നേരം ഇവിടെ ഇരുന്നു. കുറച്ച് പേരൊക്കെ പരിചയപ്പെട്ടു. അപ്പം അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അവിടെ തന്നെ ഇരിക്കാം. ഓക്കെ. മന്ദാര ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യേറി പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാരി തൂവലുണ്ടോ ഉള്ളിലാമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടും. മന്ദാര ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമറിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിരൻ തൂവലുണ്ടോ ഉള്ളിലാമോദ ഉയരുമ്പോൾ മൗനം പാടും. ഉള്ളിലാമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടും. അല്ലിമലർക്കാവ് പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരിയൊരാൾ മരച്ചോട്ടിലിരുന്നു മാറിവിൽ ഗോപുര മാണിക തീർത്തു അതിൽ നാം ഒന്നായാണിപ്പാടി. അല്ലിമലർക്കാവ് പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ശിങ്കാരം കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂരുന്നേവാ പുന്നാരം പുന്നാരം കുറുമുറുമുനി കുറുന്നു ചുണ്ടത്തെ മണിപ്പാടക്കം താ അമ്മാനം അമ്മാനം. ചേട്ടനൊരു പാട്ട് ഇഷ്ടപ്പെട്ടോ ചേട്ടാ? ഈ പാട്ടൊക്കെ അറിയുന്ന പാട്ടുകളല്ലേ? പൊന്നോ നല്ല ചൂടും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും എരിവ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു പോക്കറ്റ് കേരള. ഞാനിന്ന്
ഇപ്പോൾ ഒരു കുതിനൊക്കെ കൊന്ന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇത്ര നേരം ഇപ്പോൾ ഈ ചെക്കനെ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു, ഹാഡ് നോ ഐഡിയ. പക്ഷെ സുഖമായിട്ട് കിടന്നുറങ്ങി. എന്തായാലും നമുക്ക് പുറത്തത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ണൊക്കെ എങ്ങനെ ഇരിക്കുമെന്നൊന്നും വിചാരിക്കരുത്. ജസ്റ്റ് വോക്ക് അപ്പ്. പള്ളിമണി അടിച്ചായിരുന്നേ. സോ let's see what we can see outside. And good morning. Yeah. Good morning to everyone. നല്ല സുഖമായിട്ടാണ് കിടന്ന് ഉറങ്ങിയത് ഇന്നലെ. അപ്പോൾ അത് കാരണം ഇനി നെക്സ്റ്റ് സീൻ കുളിക്കണം. ഇതൊക്കെ മഴ വരുന്നതിന് മുന്നേ. അപ്പം മഴ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. നേരെ ഒരു പൊടിമഴയുണ്ട്. ഒരു കുളിയും കുളിച്ചിട്ട് വേഗം വീട്ടിൽ പോകാം. നമുക്ക് അതായിരിക്കും ബെസ്റ്റ് ഐഡിയ. ലെറ്റ്സ് ഗോ. ഓൾറൈറ്റ്, രാവിലത്തെ സെറ്റപ്പൊക്കെ കഴിഞ്ഞു. കാപ്പി പിടിക്കുകയാണ്. ഇന്ന് രസമല്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് പള്ളിയൊക്കെ കണ്ട് കുളിക്കാൻ തോന്നുമ്പോഴത്തേക്ക് നേരെ പെരിയാർ നദിയിൽ പോയി നല്ലൊരു കുളിയും കുളിച്ച്. രാവിലെ തെറ്റില്ലാത്ത തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. പക്ഷെ ഒന്നും പറഞ്ഞാൽ അത്രയും തണുപ്പെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് ഗുഡ് മോർണിംഗ്. ട്രാഫിക് ഒന്നുമില്ല. ഒരു കുർബാനയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. 5 മണിക്ക് ഇവരിവിടെ മണി അടിക്കും. അപ്പോൾ മണി അടിക്കുന്നതാണ്, ആ മണി അടിച്ചതാണ് എന്നെ എണീപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ വീണ്ടും ഒരു 7 മണിയാകുമ്പോഴത്തേക്കും എങ്ങാണ്ടും ഒരു മണി അടിക്കും. അപ്പോൾ ഇനി കാപ്പിയൊക്കെ കുറിച്ച് ഇനി ചുമ്മാ നടക്കുമോ? വേറെ ഒരു പരിപാടിയില്ല. ജസ്റ്റ് ചില്ലിങ്. പതുക്കിന് എറണാകുളത്ത് എത്തിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒരു ലോട്ടറി മേടിച്ചേക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ ഗൈസ് നല്ല മഴയായിരുന്നു പുറത്ത്. ഇത് നമ്മുടെ ചേട്ടൻ എൻ്റെ പേര് സാജൻ ചേട്ടനാണ് എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഡിന്നർ പ്രിപ്പയർ ചെയ്ത് തന്നത്. അപ്പോൾ ഇവിടെ പള്ളിക്കാരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഉപകാരമുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞൊരു സ്റ്റീൽ പ്ലേറ്റ് എന്നാൽ ഞാൻ അവിടെ ചെന്നു കഴിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടില്ലേ. അതപ്പോൾ രാവിലെ എണീറ്റു, ടെൻ്റൊക്കെ മൊത്തം ഊരി. ഇപ്പോൾ അതെ, ഇപ്പോൾ പുട്ടും ബീഫും. ഇന്നത്തെ ബീഫ് ഞാൻ പ്രത്യേകം പറഞ്ഞു സൂപ്പറാണെന്നുള്ള. അപ്പോൾ എന്നാലും എന്താ ചെയ്യുക, ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ 1 മണിക്ക് കൊച്ചിയിലെത്തണം. ഇപ്പോൾ എത്താൻ പറ്റില്ല കേട്ടോ. അപ്പോൾ മഴ വണ്ടി സ്കൂട്ടറാണ്. അല്ല പക്ഷേ മഴ പെയ്യുന്ന ഓട്ടില്ല. ഞാൻ അത് ആലോചിച്ചില്ല ഇങ്ങോട്ട് എന്താ കിട്ടുമോട്ടെ. പ്രോബ്ലം സോൾവ്. അത് തന്നെ. അപ്പോൾ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ്